ഇതാണ് വാഴമൂട് ഗ്രാമപഞ്ചായത്ത്. ഈ മല കയറി ഇറങ്ങുന്നതാണ് വള്ളിക്കുന്ന് ഗ്രാമം, അതായത് വാഴമൂട് ഗ്രാമപഞ്ചായത്തിൻ്റെ 10ാം വാർഡ്. പഴമയും പുതുമയും ഒരുപോലെ ഇടകലർന്ന ഒരു ഗ്രാമം, പ്രകൃതിയുടെ എല്ലാ മനോഹാരിതയുമുള്ള ഒരു കൊച്ചു നാട്. ഈ വാർഡിലെ മെമ്പറായിരുന്ന വള്ളിക്കുന്നിൽ സുകുമാരൻ സാർ മരിച്ചിട്ടിന്നേക്ക് 30ാം ദിവസം. സംഭവബഹുലമായ മരണം. രാത്രി 1 മണിക്ക് ജലജയുടെ വീടിന്റെ വേലി ചാടിയ കള്ളനെ കണ്ട നാട്ടുകാർ ഞെട്ടി. മസാല ദോശയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന വള്ളിക്കുന്നിൽ സുകുമാരൻ സാർ, വാർഡിന്റെ മെമ്പർ. ഒറ്റ നിമിഷം കൊണ്ട് തൻ്റെ മാനം കപ്പൽ കയറിയെന്ന് മനസ്സിലാക്കിയ സുകുമാരൻ സാർ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഓടിയ വഴിയിൽ അദ്ദേഹം ചെന്ന് വീണത് പാമ്പും തേളും വാഴുന്ന പൊട്ട കിണറ്റിലേക്ക്. ഇനി കഥാസന്ദർഭം. മരിച്ച മെമ്പറിന് പകരം മെമ്പറിനെ കണ്ടുപിടിക്കാൻ നടത്തുന്ന പ്രാദേശിക ഇലക്ഷന് ഇനി അധിക നാളുകളില്ല. ഞാൻ നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ ഭാരതം നന്നായി. ജയ് ഹിന്ദ്. എന്നെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിരിക്കും. ജയ് ഹിന്ദ്. നമ്മുടെ ജയം വിശ്വാസികൾക്ക് ഒരു ആശ്വാസമായിരിക്കും. നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവരല്ലെങ്കിലും നാടിനു വേണ്ടി ഓടി നടന്ന് പണിയെടുക്കുന്ന സൂര്യകാന്തി പാർട്ടി. ഇത് ഗോകുലനാഥൻ, നാട്ടിലെ പുത്തൻ പണക്കാരനും അവളുടെ കുന്തളിപ്പ് എന്ന സീരിയലിന്റെ നായകനുമാണ്. ഇന്ന് പതിയെ വാഴമൂട് ഗ്രാമപഞ്ചായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സൂര്യകാന്തി പാർട്ടിയുടെ വള്ളിക്കുന്നിൽ വാർഡിന്റെ സ്ഥാനാർത്ഥിയുമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ഈ വാർഡിന്റെ തന്നെ അഭിമാനമാണ്. വള്ളിക്കുന്നിലെ മുത്തുകൾക്കിടയുടെ തിളക്കമാണ് നമ്മുടെ സ്ഥാനാർത്ഥി. മറ്റു സ്ത്രീകൾക്ക് വളയും മാലയുമാണ് അലങ്കാരമെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വിവരവും വിദ്യാഭ്യാസവുമാണ് അലങ്കാരം. നമ്മുടെ നാടിന്റെ അഭിമാനമായ അഡ്വക്കേറ്റ് അശ്വതിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വള്ളിക്കുന്നിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് അശ്വതി. ചത്തിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ചത്തിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ചത്തിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. തിരിച്ചു വരൂ മഹാത്മാവേ. തിരിച്ചു വരൂ മഹാത്മാവേ. ഈ സാഹചര്യത്തിൽ വള്ളിക്കുന്നുണ്ടായ ഈ നാണക്കേട് മാറ്റാനായിട്ട് സുഖു സാറിനെ തന്നെ മകനെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെ ശരിയാവും? സുകുമാരൻ കാരണം ഇപ്പോഴും തന്നെ പാർട്ടിക്ക് അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക എന്ന് വെച്ചാൽ അത് ശരിയാവില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവാം. അതെങ്ങനെ ശരിയാവും? വലിയ അഭിപ്രായ പ്രകടനങ്ങൾക്കും കൂറ്റനടികൾക്കും ശേഷം വള്ളിക്കുന്നിൽ സുകുമാരൻ സാർ മകൻ ബിജുവിനെ തന്നെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ ചൂണ്ടുവിരൽ പാർട്ടി തീരുമാനിച്ചു. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബിജു അണ്ണ അടുത്തുണ്ടോ? ബിജു അണ്ണൻ എൻ്റെ അടുത്തില്ലടാ. പേരൊക്കെ മാത്രമേ ഉള്ളൂ, ജാമ്പയ്ക്ക് കൊണ്ടുവരത്തെന്താ? തരാടി. വള്ളിക്കുന്നിലെ കോഴികളിൽ പൊന്തൂവൽ വെച്ച കോഴിയാണ് ബിജു. പാർട്ടി അണികളെ കൂടെ നിർത്താനായി എന്നുള്ളതാണ് രാഷ്ട്രീയ നേട്ടം. അവിടെ ചിരി നോക്ക്, ചുന്ദരി തന്നെ. ആണാ? നീ ഒന്ന് കൈനീട്ട്.
നീട്ട്. എന്തിനാ? കുന്തിന നീട്ടടി. ഹാ, കൈ ഇങ്ങനെ മുട്ടിച്ച് വെക്കുമ്പോൾ തൊട്ടില് പോലെ വര കിടക്കണ കണ്ട വരകടന്നാ പെട്ടെന്ന് കല്യാണം നടക്കും. ഉവ്വ. പോ അവിടെ. എടി പോലടി. പ്ലീസ് അടി, ഒരെണ്ണം നിന്നിട്ട് ഓടി. പ്ലീസ് അടി. മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ മുത്തേ മണിമുത്തേ ഞങ്ങളുടെ ഓമനപ്പൻ മുത്തേ ഞങ്ങളുടെ ഓമനപ്പൻ മുത്തേ വള്ളി കുഞ്ഞമ്മച്ചേ മുത്തേ മുത്തേ മണിമുത്തേ. മുത്തേ മണിമുത്തേ. നമ്മൾ എങ്ങോട്ടാ പോണേ? ബിജോണ്ണ വിളി. ബിജോണ്ണോയ്. ബിജോണ്ണ ഓയ്. ഉള്ള അടി മൊത്തം ഉണ്ടാക്കി സ്ഥാനാർത്ഥി ഒപ്പിച്ചപ്പോ സ്ഥാനാർത്ഥി ഇങ്ങനെ എവിടെ? ഇങ്ങനെ എവിടെ? അതാ പറഞ്ഞു, അതാ പറഞ്ഞു. അടിക്കുലിങ്ങ് വേർന്ന്. നിങ്ങൾ എന്താ വേണ്ട കാണിക്കണേ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാ? നിങ്ങളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയ വെറുതെ. എങ്ങനെയുണ്ടോ സ്ഥാനം? അത് തന്നെ. ഇത്രയും നേരം എവിടെ പോയി നിങ്ങൾ കിടക്കണേ? കളിക്കാൻ നിൽക്കണം, നമ്മളെ വിളിച്ചു വരുത്തിട്ട് ഇവിടെ. ഞാൻ താഴെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പോയിരുന്നു. അതിന് മുകളിലൊന്നും വെള്ളം ഇല്ലേ? അല്ല, കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ. കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ നിങ്ങൾ എന്ത് രാനയാ? അണ്ണാ, എവിടെയാണോ നിങ്ങള്? എന്തരുവാ സ്ഥാനാർത്ഥി പോലെ സ്ഥാനാർത്ഥി. എന്തൊരു ചോദിച്ചു? എന്തിനു ഉറക്ക സ്ഥാനാർത്ഥി? പിന്നെ വാ ഇങ്ങോട്ട്. രാവിലെ എത്ര വീണ്ടും അടുത്ത് നേരമായി? നിൽക്കണ്. ഇത്ര നേരം എവിടെ വാ പോയി ഇങ്ങോട്ട് കിടന്നു? വാ. എത്ര സമയം? ഡേയ് ഉണ്ടായി. അണ്ണാ വാ പോവാ. ICVP സിന്ദാബാദ്. ICVP സിന്ദാബാദ്. മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ മുത്തേ മണിമുത്തേ ഞങ്ങളുടെ ഓമനപ്പൻ ബിജുവേ ഞങ്ങളുടെ ഓമനപ്പൻ ബിജുവേ വള്ളിക്കുന്നിൻ പൊന്മകനെ വള്ളി കുന്നിൻ പൊന്മകനെ മുത്തേ മുത്തേ മണിമുത്തേ മുത്തേ മുത്തേ മണിമുത്തേ വള്ളിക്കുന്നിൻ വള്ളിക്കുന്നിൻ ആ ദാമോദരൻ സാറേ, സുഖം തന്നെ. ഇങ്ങനെ നിന്നാ മതിയാ. പരനാറി പട്ടി ബിജു, നിന്റെ കൂടെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഇല്ലടാ. ഈ പിള്ളേരെ വച്ച് കളിച്ച് നീ സ്ഥാനാർത്ഥിത്വം തട്ടിയെടുത്തു. നിന്റെ അപ്പ ഉണ്ടല്ലോ, വേലി ചാടി കിണറ്റിൽ വീഴുന്ന സുകുമാരൻ, വള്ളിക്കുന്ന് സുകുമാരൻ. സമാധാനപ്പെടി മാമ, സമാധാനപ്പെടി. നീ പോണില്ലേ? നിന്റെ അപ്പനും ഇങ്ങനെയായിരുന്നടാ. പല പ്രാവശ്യം എൻ്റെ സ്ഥാനാർത്ഥിത്വം തട്ടിയെടുത്തു. അപ്പോഴെല്ലാം ഞാൻ ക്ഷമിച്ചു. ഇനി ഞാൻ ക്ഷമിക്കണ്ട നാറികളെ. വിടുവാ, വിഷയാക്കണ്ട. പാർട്ടി ഓഫീസിൽ വെച്ച് നീ എന്നെ തള്ളി. നിന്നെ ഞാൻ ആഹാ നിങ്ങൾ എന്തോന്ന് മാമ കാണിക്കാൻ? കാണിക്കടാ. എടാ ബിജു, നീ വള്ളിക്കുന്ന് ജയിക്കുമെന്ന് സ്വപ്നം പോലും കാണണ്ട. അങ്ങനെ ജയിക്കണമെങ്കിൽ നിന്റെ അപ്പൻ ചെയ്തതുപോലെ വല്ല ചാത്തൻ സേവയും ചെയ്. പോ. നീയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പാർട്ടി വിട്ട് പോകില്ല. ഈ ചൂണ്ടുവിരൽ പാർട്ടി എനിക്ക് അത്ര പ്രിയപ്പെട്ടതാ. ഞാൻ പോവില്ലടാ, ഞാൻ പോവില്ല. എനിക്കിതൊക്കെ കണ്ട് സഹിക്കണ്ട. ഞാൻ പോണ്, മാറങ്ങോട്ട്. ഞാനങ്ങ് അന്തം വിട്ടു പോയി. എന്തോന്നടേ അങ്ങേര് നല്ല വിഷമമായി കാണുവാൻ. അമ്മ അതിരെ അടിയല്ലേ കിട്ടിയത്. അങ്ങേരിക്കെല്ലാം മനസ്സിലായിടേ. അമ്മാതിരി അടിയല്ലായിരുന്നു അണ്ണ. നിനക്ക് വല്ലതും പറ്റിയടേ? പല്ലളവിയെന്നാടാ അത് പൊട്ടിയെന്നാണ്, അടിച്ച് പൊട്ടിച്ച്. എന്തോന്നടേ? പൊട്ടിയിരിക്കണടാ. വിട് വിട്. വള്ളിക്കുന്നിലെ രാഷ്ട്രീയത്തിനുമപ്പുറം ആധുനിക മനുഷ്യനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഇരുട്ടുമൂടിയ നിരത്തുകളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ പുസ്തക വായന ആരംഭിച്ചു ചാത്തൻ. അത് കേട്ടിരിക്കാൻ വള്ളിക്കുന്നിലെ യക്ഷിയും.